സോ എല്ലാവരെയും ഇന്നത്തെ ഒരു സിംഗപ്പൂർ വെബിനാർ സെക്ഷനിലോട്ട് ഹാർഡ്ലി ഇൻവൈറ്റ് ചെയ്യുവാണ്. സോ നമ്മൾ ഇന്ന് ഓൾറെഡി ഇൻഫോം ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫാൻറ്റസി പാർട്ട്നേഴ്സിനും ടെക്നോളജി പാർട്ട്നേഴ്സിനും എല്ലാവർക്കും ഉള്ളൊരു ഒരുപാട് ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിനിങ് സെക്ഷൻ ആണ് ഇന്ന് നടക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും നാളും സിംഗപ്പൂർ പ്രൈവറ്റ് കോളേജ് അല്ലെങ്കിൽ സിംഗപ്പൂർ ഡിപ്ലോമ പ്രോഗ്രാംസിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം സിംഗപ്പൂർ തന്നെ ഈ ഒരു കൺട്രിയിൽ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് ഇത്രയും നാൾ നമ്മുടെ ഏജൻസി പാർട്ട്നേഴ്സിനോ അല്ലെങ്കിൽ ടെക്നോളജി പാർട്ട്നേഴ്സിനൊക്കെ നമുക്ക് അറിയില്ലാത്തൊരു പുതിയൊരു അറിവായിരുന്നു. സോ ഇന്ന് ആ ഒരു ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ അഡ്മിഷൻ ടീം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും നാള് നമ്മുടെ ടെക്നോളജി പാർട്ട്നേഴ്സ് ഒക്കെ നമുക്കുള്ള ഒരു ടെൻഷൻ ആയിരുന്നു ഈ ഒരു ഓഗസ്റ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ ഏപ്രിൽ ഇൻടേക്ക് ആ ഒരു ഇൻടേക്ക് ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുക, സിംഗപ്പൂർ അല്ലാണ്ട് നമുക്ക് വേറെ എന്താണ് ഫോക്കസ് ചെയ്യാൻ, വേറെ ഒരു കോഴ്സ് ഏതാണ് ഓപ്ഷൻ ഉള്ളതെന്നൊക്കെയുള്ള ടെൻഷൻ നിങ്ങളുടെ സ്റ്റാഫ് പാർട്ട്നേഴ്സ് ആണെങ്കിലും ഫാൻറ്റസി ഓണേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പല കൺസേൺസ് നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കൺസേൺസിനെല്ലാം ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ സിംഗപ്പൂർ അഡ്മിഷൻ ടീം ഇന്ന് നമുക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഇയറിൽ നമുക്ക് എല്ലാ മന്തിലും ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസും അതുപോലെ തന്നെ നമ്മളെ ഫുൾ എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് അത്രയും ഈ ഒരു സിംഗപ്പൂർ എന്ന് പറയുന്ന ആ ഒരു എന്താ കോഴ്സ് നമുക്ക് അല്ലെങ്കിൽ അത്രയും സ്റ്റുഡൻസിനെ ഗ്രാബ് ചെയ്യാനുമായിട്ടുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ട്രെയിനിങ് സെക്ഷനിൽ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന ഇന്ത്യക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഏപ്രിൽ ഇന്ത്യക്ക് എന്നുള്ള ഒരു ചെറിയൊരു ടൈം പീരീഡിൽ വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഈ ഒരു 2025 എന്ന് പറയുന്ന ഈ ഒരു പുതിയ വർഷം തന്നെ നമുക്ക് നല്ലൊരു സ്റ്റാർട്ടിങ്ങോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് അഡ്മിഷൻ ടീം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ അഡ്മിഷൻ ടീമിൽ നിന്ന് മിസ്റ്റർ ആഷിഖ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഷിഖ് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ ആഷിഖ് ടു ഹാൻഡിൽ ദ സെക്ഷൻ. എൻ്റെ പേര് ആഷിഖ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ അവസാനം നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഗസ്റ്റ് ഇൻടേക്കിൻ്റെത് ഈ മന്ത് എൻഡോട് കൂടി ആപ്ലിക്കേഷൻ ഫിനിഷ് ആവുകയാണ്. അപ്പം അതിനു മുമ്പ് ഇനിയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സ്റ്റുഡൻസിനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യിക്കാൻ നോക്കുക. ഈ മാസം എൻഡോട് കൂടി നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുകയാണ് ഓഗസ്റ്റ് ഇൻടേക്കിൻ്റെത്. ദെൻ അടുത്തൊരു പുതിയ അവസരം എന്ന് പറയുന്നത് നമ്മളിവിടെ ബാച്ചിലേഴ്സ്, സിംഗപ്പൂർ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ അഡ്മിഷനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോവാം. നേരത്തെ ബ്രീഫിംഗിൽ ഇല്ലാതിരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ബാച്ചിലേഴ്സ് പ്രോഗ്രാം വരുന്നത് നമ്മുടെ ഈ ജൂലൈ 2025 ഇൻടേക്കിലാണ്. അത് ഫെബ്രുവരി 15 വരെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. 4 വർഷത്തെ കോഴ്സാണ് നമുക്ക് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th സ്റ്റാൻഡേർഡ് +2 75% മാർക്ക് വേണം എല്ലാ സബ്ജക്റ്റിനും. ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റിന് 75% മാർക്ക് വെച്ച് വേണം എങ്കിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ദെൻ IELTS നമുക്ക് ആവശ്യമുണ്ട്. 6.5 വെച്ച് ഇൻഡിവിജ്വൽ എല്ലാത്തിനും 6.5 വേണം. ഓവറോൾ 6 പോയിന്റ് അല്ല. റൈറ്റിംഗ്, റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ് എല്ലാ ഇൻഡിവിജ്വൽ ക്രൈറ്റീരിയക്കും 6.5 വെച്ച് വേണം. ദെൻ കോഴ്സസ് ബാച്ചിലർ മെയിൻലി വരുന്ന കോഴ്സസ് നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മെയിൻ കോഴ്സസ് ആണ് ഇതെല്ലാം. അക്കൗണ്ടൻസി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സോ മെയിൻ കോഴ്സസ് നമുക്ക് വരുന്നത് ഇതൊക്കെയാണ്. അക്കൗണ്ടൻസി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT, മാർക്കറ്റിംഗ്, സൈക്കോളജി, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. ദെൻ 50% സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഉണ്ട്. സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ട്യൂഷൻ ഗ്രാൻഡ് 50% എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. $15 പെർ അവേഴ്സ് പാർട്ട് ടൈം ജോബ് അവർക്ക് അവൈലബിൾ ആണ്. അത് ഗ്രീൻ വേൾഡ് സിംഗപ്പൂർ ആണ് കൊടുക്കുന്നത്. ദെൻ ലോൺ ഫെസിലിറ്റി ഉണ്ട് സ്റ്റുഡന്റിന്. ഓഗസ്റ്റ് ഇൻടേക്ക് പോലെ അല്ല, നമ്മുടെ ഏപ്രിൽ ഇൻടേക്ക് പോലെ തന്നെ ലോൺ ഫെസിലിറ്റി ഉണ്ട് സ്റ്റുഡന്റിന്. അതായത് സിംഗപ്പൂർ വന്ന് കുട്ടികൾക്ക് ഇവിടെ ലോൺ എടുക്കാൻ പറ്റും പഠിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് സെമിസ്റ്റർ തൊട്ടിട്ട് അവർക്ക് ഇവിടെ അവരുടെ ഫീസിന്റെ 80%-ഓളം ലോൺ എടുക്കാൻ പറ്റും അവർക്ക്. അത് 0 ഇൻട്രസ്റ്റ് ആണ്. അവർ പഠിച്ചു തീർന്ന് ജോലി കിട്ടുന്നത് വരെയും 0% ഇൻട്രസ്റ്റിലാണ് അത് പോകുന്നത്. അത് കഴിയുമ്പോൾ 10 ഇയേഴ്സിന്റെ റീപേയ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്റർ തൊട്ടിട്ട് സ്റ്റുഡൻസിന് ഇപ്പോൾ കൂടുതൽ മൊഡ്യൂൾസ് എടുക്കണമെങ്കിൽ, അതായത് ഇപ്പം 4 വർഷം എന്നുള്ളത് ഒരു 3 വർഷമൊക്കെ ആയിട്ട് സ്റ്റുഡൻസിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ബാച്ചിലേഴ്സ്.
അപ്പൊ അതിനനുസരിച്ച് അവരുടെ മൊഡ്യൂൾ സബ്ജക്റ്റുകൾ ഓരോ സെമസ്റ്ററിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ അവർക്ക് എടുക്കാൻ പറ്റും. ദെൻ ഇൻഡസ്ട്രിയൽ സ്കോളർഷിപ്പുകൾ കിട്ടും. അതായത് നല്ല മാർക്കുള്ള സ്റ്റുഡൻസിന്, ഇവിടെ GPA കണക്കിനാണ് മാർക്ക് ബേസ് ചെയ്യുന്നത്. അപ്പം ഒരു 3.5 GPAക്ക്, 4-ന് 3.5 GPAക്ക് മേലുള്ളവർക്ക് എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിന് തന്നെ പഠിച്ചിറങ്ങാൻ പറ്റും. ദെൻ പ്രോസസ് പേയ്മെന്റ് വരുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും ഒക്കെയാണത്. ദെൻ PR ആൻഡ് സിറ്റിസൺ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബാച്ചിലേഴ്സ് പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് 6 മാസം അവർ വർക്ക് ചെയ്തിട്ട് അവരുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടെ PR അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ റിക്വയർഡ് ഡോക്യുമെന്റ്സ്, നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, SSLC +2 മാർക്ക് ഷീറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ആപ്ലിക്കേഷൻ ഫോം ഞങ്ങൾ തരും. അത് നിങ്ങൾ ജസ്റ്റ് ഫിൽ ഔട്ട് ചെയ്ത് തരണം. IELTS സ്കോർ ഇൻഡിവിജ്വൽ എല്ലാം 6.5 ഉള്ള വാലിഡ് ആയിട്ടുള്ള IELTS സ്കോർ വേണം. ദെൻ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന മെയിൻ സർവീസസ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ്, വിസ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ്, പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ് ഉണ്ട്. PR സിറ്റിസൺഷിപ്പിനും ആപ്ലിക്കേഷൻ കൊടുക്കാൻ അസിസ്റ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, ലോക്കൽ ഇല്ലീഗൽ ആയിട്ടുള്ള ലോക്കൽ ഇഷ്യൂസിനുള്ള സപ്പോർട്ട് കാര്യങ്ങൾ, ജോബ് സെർച്ച് അസിസ്റ്റൻസ്. സോ നമ്മുടെ ഈ പ്രോഗ്രാമിന് ടോട്ടൽ പാക്കേജ് ആദ്യം സ്റ്റുഡന്റിന് വേണ്ടി വരുന്നത്, നമുക്കിവിടെ കയറി വരാൻ വേണ്ടി വരുന്നത് 25,000 to 26,000 സിംഗപ്പൂർ ഡോളേഴ്സ് ആണ് വേണ്ടി വരുന്നത്. ദെൻ ഇതാണ് പാക്കേജിൽ ഉള്ള എല്ലാ കാര്യങ്ങളും. സോ ഇതാണ് മെയിൻലി. ആൻഡ് ഓൾസോ നമുക്ക് ഇനി വേറൊരു ഇത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിംഗപ്പൂരോട്ടുള്ള പ്രൈവറ്റ് ഡിപ്ലോമ കോഴ്സസ്, അതായത് 6 മാസത്തെ പഠിത്തവും 6 മാസത്തെ ഇന്റേൺഷിപ്പ് വർക്കും കിട്ടുന്ന കോഴ്സുകൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഗ്രീൻ വേൾഡ് എസ്റ്റിയുടെ അണ്ടറിൽ. സോ അതില് നമ്മൾ ഈ ഗ്രീൻ വേൾഡ് എസ്റ്റി വഴി വരുന്ന സ്റ്റുഡൻസിനെല്ലാം നമ്മളിവിടെ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള പാർട്ട് ടൈമും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ മാസവും അതിന് ഇൻടേക്ക് ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ 10th സർട്ടിഫിക്കറ്റും, ഇപ്പം നോർമൽ ഡിപ്ലോമ ആണെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, അഡ്വാൻസ് ഡിപ്ലോമ ആണെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ട് മാത്രം മതി. 1 month എല്ലാ മാസവും ഇൻടേക്ക് ഉണ്ട്. നിങ്ങൾ മാക്സിമം സ്റ്റുഡൻസിനകത്ത് തരികയാണെങ്കിൽ ആ സ്റ്റുഡൻസിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. എക്സ്ട്രാ അവർക്ക് ഇവിടെ സിംഗപ്പൂര് ഞങ്ങൾ അവർക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് സർവൈവ് ചെയ്യാനുള്ള പാർട്ട് ടൈം ഞങ്ങൾ കൊടുക്കും. കാരണം പക്ഷേ ഇവിടെ പാർട്ട് ടൈം ഇല്ലീഗലാണ്, പക്ഷെ ഞങ്ങൾ വഴി വരുന്ന സ്റ്റുഡൻസിന് ഞങ്ങൾ പാർട്ട് ടൈം അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള മണിക്ക് വേണ്ടിയിട്ടുള്ള പാർട്ട് ടൈം ഞങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ മെയിൻലി ഇത്രയും കാര്യങ്ങൾ പറയാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും, വല്ല ക്വസ്റ്റ്യൻസോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ എല്ലാ മാസം ഇന്ത്യക്കുള്ള നമ്മൾ പാർട്ട് ടൈം കൊടുക്കുമ്പോൾ അത് ഇല്ലീഗൽ ആണോ? ആ പാർട്ട് ടൈം പാർട്ട് ടൈം ഇല്ലീഗൽ ആണ് അവർക്ക് ചെയ്യാനും, പക്ഷെ ഞങ്ങളുടെ കമ്പനിയുടെ അണ്ടറിൽ അവർക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് ജസ്റ്റ് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള പാർട്ട് ടൈം കൊടുക്കും. അത് മനസ്സിലായി. അതിന്റെ ലീഗാലിറ്റി എന്തായിരിക്കും? അവരെ ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി? ചെക്ക് ഒന്നും വരത്തില്ല. ചെക്കിങ് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ പാർട്ട് ടൈം കൊടുക്കുന്നത്. ഒരിക്കലും ചെക്കിങ് വരാത്ത സ്ഥലത്തായിട്ടാണ് പാർട്ട് ടൈം കൊടുക്കുന്നത്. അത് ഡെയിലി പാർട്ട് ടൈം അവർക്ക് കൊടുക്കില്ല. ഞങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ പാർട്ട് ടൈം കൊടുക്കത്തുള്ളൂ. റഫ്ലി അവർക്ക് ഒരു $800 മിനിമം ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും അവേഴ്സ് നമ്മൾ കൊടുക്കും ഒരു ഓക്കെ. മന്ത്ലി. നമ്മുടെ ബാച്ചുലർ പ്രോഗ്രാമില് നമ്മുടെ ഡൗട്ട് എന്ന് പറയുന്നത്, ബേസിക്കലി ഇതിന്റെ ഇൻടേക്ക് വരുന്നത് ജൂലൈ 2025 അല്ലെ? അതെ. February 15th വരെയാണ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. അതെ. അപ്പൊ ഈ 4-year പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എന്താ, എങ്ങനെയാണ് ഇതൊരു 3-year പ്രോഗ്രാം എന്ന് പറയാൻ, മീൻസ് 3 year ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓക്കെ. സോ അതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓരോ സെമസ്റ്ററിലും നമ്മളിപ്പം പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇപ്പം നോർമലി ഒരു സെമസ്റ്ററിൽ നമുക്ക് 3 സബ്ജക്ട് പഠിച്ചാൽ മതിയെങ്കിൽ സ്റ്റുഡന്റിന് 5 സബ്ജക്ട് എടുക്കാൻ പറ്റും ഒരു സെമസ്റ്ററിൽ, അല്ലെങ്കിൽ 6 സബ്ജക്ട് എടുക്കാൻ പറ്റും. അപ്പം 3 സബ്ജക്ട് വെച്ചിട്ട് 4 വർഷം പഠിക്കേണ്ട കോഴ്സ് ഇവന് 6 വർഷം കൊണ്ട് എടുക്കുമ്പോൾ ഒരു 3 കൊല്ലമൊക്കെ ആയിട്ട് കുറഞ്ഞു കിട്ടും. 6 സെമ്മായിട്ട് ഓക്കെ, ഒരു മിനിറ്റ്. 6 സെമ്മായിട്ട് എടുക്കുമ്പോൾ ഈ 5 എണ്ണത്തിന് പകരം 3 എണ്ണത്തിന് പകരം 5 സബ്ജക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 എന്നുള്ളത് കൺവേർട്ട് ടു 3 ആവും. ശരിയല്ലേ? 3 ആവും. അതെ. എത്രത്തോളം അവൻ മൊഡ്യൂൾസ് കൂടുതൽ എടുക്കുന്നോ അതിനനുസരിച്ച് അവന്റെ ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന്റെ ഇയർ കുറഞ്ഞു വരും. അപ്പൊ അന്നേരം ഇതിന്റെ ഫീസ് സ്ട്രക്ചർ ചേഞ്ച് ആവുമോ? ഇല്ല, ഫീസ് സ്ട്രക്ചർ ചേഞ്ച് ആവില്ല. ഫീസ് സ്ട്രക്ചർ സിമിലർ ആയിരിക്കും. ഇത് മൊഡ്യൂൾ അനുസരിച്ചാണ് പേയ്മെന്റ് വരുന്നത്. മൊഡ്യൂൾ അനുസരിച്ചായിരിക്കും പേയ്മെന്റ് വരുന്നത് അല്ലേ? പേയ്മെന്റ് വരുന്നത്. അതെ. ഓക്കെ. ഇപ്പൊ ഈ ലോൺ ഫെസിലിറ്റിയുടെ കാര്യം, സെക്കൻഡ്, അത് പിന്നെ നമുക്ക് ഈ പറയും പോലെ CBSE +2 പെർ സബ്ജക്ട് 75% വേണം അല്ലേ? പെർ സബ്ജക്ട് 75% വേണം.
IELTS 6.5 വേണം. IELTS 6.5 വേണം. ഓക്കെ ഓക്കെ. ഈ പറയുന്ന കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളായിരിക്കും എന്നുള്ളത് നമുക്ക് ഇങ്ങനെ അറിയണം. കോളേജുകളൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ. സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന കോളേജ് ഉണ്ട്. പിന്നെ NTU നനിയാങ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കോളേജ് ഉണ്ട്. ഒരു സെക്കൻഡ്, നമ്മുടെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വരട്ടെ. നമ്മുടെ മറ്റേ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന കോളേജുകളല്ലേ ഉള്ളത്? അതെ അതെ, ബ്രോഷറിൽ പറഞ്ഞേക്കുന്ന കോളേജുകൾ. ഓക്കെ, അപ്പം നമുക്കൊരു അതിൻ്റെ ഒരു സ്പെഷ്യൽ ബ്രോഷർ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ഉം, അപ്പം ഉം. അതിൻ്റെ നമുക്ക് കോളേജ് വരുന്നത്, ബാച്ചിലർ കോഴ്സുകളുടെ കോളേജ് വരുന്നതിൽ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി ഓഫ് സോഷ്യൽ സയൻസ്. സിംഗപ്പൂർ പോളിടെക്നിക് ഉണ്ടോ? അത് ഡിപ്ലോമ കോഴ്സാണ് പോളിടെക്നിക് എന്ന് പറയുന്നത്, സിംഗപ്പൂർ പോളി. ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞ് അത് സിംഗപ്പൂർ പോളി എന്ന് പറയുന്നത് വേറെയാണ്. സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് വേറെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി ഓഫ് സോഷ്യൽ സയൻസ്. ഓക്കെ. പിന്നെ ഓക്കെ. ഒരെണ്ണമുള്ളോ? പിന്നെ നനിയാങ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി NTU എന്ന് പറയും. ഓക്കെ ഓക്കെ. NTU. ഓക്കെ ഉം. ഓക്കെ. ഈ രണ്ട് കോളേജുകളാണുള്ളത്. മെയിൻലി കുറച്ച് എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടുന്നത് ഈ രണ്ട് കോളേജിലാണ്. NUS കുറച്ച് പാടാണ് അഡ്മിഷൻ കിട്ടാനായിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ ബ്രോഷറിൽ NUS ഒക്കെ കൂടെ ആഡ് ചെയ്യാലോ? ബ്രോഷറിലെല്ലാം ആഡ് ചെയ്യാം. സ്റ്റുഡൻസിന് നല്ല മാർക്കൊക്കെ ഉള്ള സ്റ്റുഡൻസ് വരികയാണെങ്കിൽ NUS അവർക്ക് കയറാൻ പറ്റും. ഓക്കെ, അത് ഇവിടെ നമ്മുടെ ബേസിക്കലി നമുക്ക് തന്നിരുന്ന ഒരു ബ്രോഷറിൽ ഈ പറയുന്ന കോളേജുകളിലെ കോഴ്സുകൾ പറയുന്നുണ്ട്. അതെ. വൈൻ സിംഗപ്പൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ ഈ സിംഗപ്പൂർ പോളിടെക്നിക്, NGEE ആൻഡ് പോളിടെക്നിക്. അതെല്ലാം ഡിപ്ലോമ കോഴ്സിന്റെയാണ്. ഓൾറെഡി അതിന്റെ ആപ്ലിക്കേഷൻ ഇത് കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് എക്സാം ഈ വരുന്ന 22-ന് അവരുടെ എൻട്രൻസ് എക്സാം നടക്കാൻ പോവുകയാണ്. അത് ഓൾറെഡി കഴിഞ്ഞതാണ്. ഈ SIM SIT ഒക്കെ SIM സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജാണത്. ഓക്കെ 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 ഓക്കെ. അത് ഫുള്ളി പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജാണ്. അപ്പൊ അവിടെ പഠിക്കുന്ന പ്രൈവറ്റ് കോഴ്സുകളായിരിക്കും? അവിടെ പഠിക്കുന്നത് പ്രൈവറ്റ് കോഴ്സ് ആയിരിക്കും. ഇന്റഗ്രേറ്റഡ് വിത്ത് ഓസ്ട്രേലിയയിലോ UK ഉള്ള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരിക്കും വരുന്നത് അവരുടെ സർട്ടിഫിക്കറ്റ്. ഇപ്പോ അവിടെ നമ്മളൊരു ഇപ്പം ഇതെടുക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ബാച്ചിലേഴ്സ് SIM എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് കൊവൻട്രി യൂണിവേഴ്സിറ്റിയുടെ, UK കൊവൻട്രി യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. നമ്മുടെ നാഫ ഒക്കെ സെമി ഗവൺമെന്റ് അല്ലേ? നാഫയൊക്കെ സെമി ഗവൺമെന്റ് ആണ്. അവിടെ നമുക്ക് വരുന്നത് ഈ പറയുമ്പോൾ ഗവൺമെന്റ് ഗ്രാൻഡോട് കൂടിയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഗവൺമെന്റ് ഗ്രാൻഡോടുകൂടി. അതെല്ലാം വരുന്നത് സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്, നാഫയും ലസലും ഒക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പറയുന്ന രണ്ട് കോളേജുകളിൽ നമുക്ക് ഈ പറയുന്ന പോലെ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി ഓഫ് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ NTU NUS ഒക്കെ, ഈ മൂന്ന് കോളേജുകളുടെ നമുക്ക് ബ്രോഷറി കാണിക്കാം അല്ലേ? അതെ, കാണിക്കാം. ഈ NTU ഫുൾ ഫോം എന്ന് പറയാമോ? നനിയാങ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. സ്പെല്ലിംഗ് എന്ന് പറയാമോ? NY കട്ടായി. NANY NKയോ? നാഷണൽ അമേരിക്ക നാഷണൽ അമേരിക്ക നാഷണൽ ജോഗ്രഫി. ഞാൻ ചാറ്റിലിടാം. ഓക്കെ ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡിപ്ലോമയ്ക്ക് 50% ആണ് സ്കോളർഷിപ്പ് ഉള്ളത്. ഈ മറ്റേ ബാച്ചിലർ ഡിഗ്രിക്ക് എന്താണ് 90% വരെ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പറയുന്നത്? ബാച്ചിലേഴ്സിന് 90% സ്കോളർഷിപ്പ് അല്ല, സ്കോളർഷിപ്പ് 50% ആണ്. ലോൺ അവർക്ക് ഇവിടെ പഠിക്കാനുള്ള സ്റ്റുഡന്റ് ലോണ് 80%-ന് മുകളിൽ കിട്ടും. അതായത് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, സെക്കൻഡ്. ഓക്കെ, ഇപ്പോ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു $5,000 ആണ് ഒരു സെമ്മിൽ ഫീസ് എങ്കിൽ, ഞാനിത് 5,000 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാനാണ്. ഒരു സെമസ്റ്ററിന് ടോട്ടൽ 5,000 എന്ന് വെച്ചോളൂ. അതിന്റെ പകുതി സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും. അപ്പോൾ 2,500 ആയിട്ട് മാറും. പിന്നെ ഈ 2,500-ന്റെ ഒരു 8% അവന്, അല്ല 80%-നെബോ സ്റ്റുഡന്റിന് ലോൺ ആയിട്ടും കൂടെ കിട്ടും. ഈ വരുന്ന ബാലൻസ് വരുന്ന 2,500-ന്റെ. അപ്പം സ്റ്റുഡന്റ്
ഈ ഡിപ്ലോമയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് 30th എന്നല്ലേ പറഞ്ഞത്? 31 30 അതെ, ആണോ 31st ആണോ? ഈ മാസം എൻഡ് ജാനുവരി അല്ലേ 31st വരെ ഉണ്ട്. ഒരു അതിന്റെ റിസൾട്ട് എന്നത്തേക്കാണ് വരുന്നത്? ഡിപ്ലോമ 31st റിസൾട്ട് ഫെബ്രുവരി എൻഡ് ഒക്കെ ആവുമ്പോൾ എല്ലാവർക്കും റിസൾട്ട് വരും. വരും. ഓക്കെ. അപ്പം 80% ആകുമ്പോൾ $2000 ലോണ് കിട്ടും. ബാലൻസ് ഓരോ സെമസ്റ്ററിൽ കുട്ടി $500 വെച്ച് അടച്ചാൽ മതി. ജോലി കിട്ടിയതിന് ശേഷം ഈ ലോൺ എടുത്ത 2000 തിരിച്ചടച്ചാൽ മതി. അതായത് ഡിപ്ലോമയ്ക്ക് ഉള്ള അതേ സ്കോളർഷിപ്പ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് അല്ലേ? അല്ല, ഞാൻ ഇത് ലോൺ ഫെസിലിറ്റിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെയുള്ളൂ എന്താണെന്നുള്ളത്. കുറെ അഡീഷണൽ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അഡീഷണൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം സ്റ്റുഡന്റിന് ഇവിടെ നമുക്ക് 4 GPAക്കാണ് ഇത് മാർക്ക് കൂട്ടുന്നത്. അപ്പം അതിനൊരു 3.5 എബോവ് ഒക്കെ മേടിക്കുന്ന സ്റ്റുഡന്റിനാണെങ്കിൽ ഇവിടുത്തെ കമ്പനികൾ ഇപ്പം ഓരോ കോളേജും ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ കമ്പനികൾ അവരെ സ്പോൺസർഷിപ്പും ചെയ്യുന്നുണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട്. സോ അവരുടെ സ്കോളർഷിപ്പുകൾ, പിന്നെ അല്ലാതെ തന്നെ ഇപ്പം നമുക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എക്സ്ട്രാ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ പഠിക്കാനായിട്ട് ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അല്ലാതെ ഓരോ ഫൗണ്ടേഷൻസ് ഒക്കെ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അതെല്ലാം ഇവർക്ക് അപ്ലൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം അവർക്ക് ലിറ്ററലി അവർക്ക് പൈസ കൊടുക്കാതെ തന്നെ പഠിക്കാൻ പറ്റും. വരുന്ന പൈസ ഒഴിച്ചിട്ട് സെക്കൻഡ് സെമസ്റ്റർ തൊട്ടിട്ട് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ജോബ് എൻഷുർഡ് ആണോ? അതെ. ക്യാമ്പസ് സെലക്ഷൻ എല്ലാം ഉള്ള. അപ്പൊ ഈ ഡിപ്ലോമയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു കുട്ടിക്ക് ഡിഗ്രിക്കും രണ്ടും ഒരേ സമയം സൈമൾട്ടേനിയസ്ലി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. മാർക്ക് റിക്വയർമെന്റ് അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇപ്പൊ ഓഗസ്റ്റ് ഇൻടേക്കിലാണെങ്കിൽ നമുക്ക് 75% വേണമെന്നില്ല. അപ്പം ആ സ്റ്റുഡന്റിന് ഇങ്ങനെ ഒരു ബാച്ചിലേഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ അവന് കഴിയില്ല. ഇപ്പം ഒരു 60% അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് 50 ആയിപ്പോയി, ബാക്കി എല്ലാം 90 ഉണ്ട്, എന്നാലും നടക്കില്ല. എല്ലാ സബ്ജക്റ്റിനും 75 തന്നെ വേണം. സാറേ, നമ്മളിപ്പം പറഞ്ഞില്ല 50% സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിപ്പം മറ്റേ നമ്മൾ ഓഗസ്റ്റിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാന്റ് 50%, ദെൻ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നല്ല മാർക്കുള്ള കുട്ടിയാണെങ്കിൽ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചാൽ കിട്ടുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഗ്രാന്റിനാണ് നമ്മൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഗ്രാന്റ്, അപ്പൊ ഗ്രാന്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റ് അല്ലേ? അപ്പൊ സ്കോളർഷിപ്പ് വേറെ, ഇത് രണ്ടും ഒന്നാ? ഗവൺമെന്റ് സ്കോളർഷിപ്പിനും ഗവൺമെന്റ് ഗ്രാന്റും ഒന്നാണ്. എക്സ്ട്രാ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ കോളേജിന്റെ സൈഡിൽ നിന്ന് വേറെ എക്സ്ട്രാ സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പം ലെറ്റ്സ് ഇപ്പൊ നമ്മൾ ഓഗസ്റ്റിൽ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവന് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്ക് കഴിയുമ്പം കോളേജിന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് പെർ സെമസ്റ്റർ ഒരു $900 കുറഞ്ഞു കിട്ടും. പിന്നെ അത് കൂടാതെ തന്നെ ഇവരുടെ ഫൗണ്ടേഷൻസ് ഉണ്ട്. ഓരോ ആർക്കിടെക്ചർ ഫൗണ്ടേഷൻസും ആർട്ട് റിലേറ്റഡ് ഫൗണ്ടേഷൻസ് ഒക്കെ കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ ഇപ്പം ഒരു സ്റ്റുഡന്റ് വന്നിട്ട് അവൻ 4 GPA മേടിച്ചെന്ന് വെച്ചോളൂ. അവന് സുഖമായിട്ട് ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അവൻ ചെയ്യുന്നുണ്ട്. അവന് സുഖമായിട്ട് 3 ഇയർ പ്രോഗ്രാമിന്റെ ഫുൾ ഫീസും സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും. ഓ, അത് ശരി. അപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ പിള്ളേര് പെർഫോം നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കൊണ്ടുവന്ന ഒരു സ്റ്റുഡന്റിന് അവന് 3.9 GPA ഉണ്ട് 4ല്. ഇപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അവന് 3.9 ആണ് 4ല് GPA. അവനിപ്പോ ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സ്കോളർഷിപ്പ്, പിന്നെ കോളേജിന്റെ സ്കോളർഷിപ്പ്, അങ്ങനെ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഇട്ട് കൊടുത്തു. ഇപ്പൊ അവന് അറൌണ്ട് ഒരു $1000 ഒരു സെമസ്റ്ററിൽ അടച്ചാൽ മതി. അത്രയും കുറഞ്ഞു കിട്ടിയാണ്. 50% കിട്ടി കഴിഞ്ഞിട്ടും ഇപ്പൊ ഇത്ര അടച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു സാറേ, സപ്പോസ് ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന പിള്ളേർക്ക് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഉള്ള പിള്ളേരുണ്ടല്ലോ. ഇപ്പം നല്ല സർട്ടിഫിക്കറ്റ്സ്, അതായത് ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇപ്പം കരാട്ട പോലുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇല്ല, അത് പ്രയോജനപ്പെടും. അങ്ങനെ മൂവ് ചെയ്താല് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ? ഇല്ല, ഇവിടെ നമ്മള് ആർട്സ് അല്ലേ പഠിക്കുന്നത്. സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞ, ഹി വിൽ ഗെറ്റ് അവൻ ആ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്.
അപ്പം അവനെന്തെങ്കിലും പ്രയോജനം ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. അത് പ്രയോജനമൊന്നുമില്ല. അത് നമുക്ക് പ്രയോജനം ഇല്ല. നാട്ടിലെ വേറെ എക്സ്ട്രാ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും കാര്യമൊന്നുമില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പൊ കോളേജിൽ തന്നെ ഇവിടെ ആർട്ട് എക്സിബിഷൻസ് ഒക്കെ നടക്കും. ഓക്കെ. അപ്പം അതിന്റെ അകത്തൊക്കെ പെർഫോം ചെയ്യാനൊക്കെ പോകുന്നത്, ഇവരുടെ ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, വോളണ്ടിയറിങ് ചെയ്യാൻ പോകുന്നത്, അതിനൊക്കെ ഇവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് അപ്പൊ പറയുന്നത്. അവിടുത്തെ സർട്ടിഫിക്കറ്റ്സ് വെച്ചെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവന് ആ ഒരു ക്രെഡിബിലിറ്റി കിട്ടത്തുള്ളൂ അല്ലേ? മാർക്ക് അതെ കാൻഡിഡേറ്റ്സ്. അതെ സർട്ടിഫിക്കറ്റ് ഇത് കൂട്ടണം. മറ്റേ പയ്യന് 3.9 GPA ഉണ്ട്, പക്ഷെ അവൻ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊന്നും പോകത്തില്ലായിരുന്നു. സോ അതുകൊണ്ട് അവന് ഇപ്പൊ സെമസ്റ്ററിൽ ഒരു $1000 അവൻ അടയ്ക്കേണ്ടതുണ്ട്. ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. ചില സ്റ്റുഡൻസിന് എല്ലാ രൂപയും എല്ലാ പൈസയും, അതായത് ഇപ്പം വരുന്ന ചെലവഴിച്ച് ബാക്കിയുള്ള എല്ലാ പൈസയും സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടിയ സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ ഫൈൻ. ഇപ്പൊ ഇതിപ്പോ നമ്മുടെ ഡിഗ്രി കോഴ്സിന് വേണ്ടി 4 ഇയർ കോഴ്സിന് വേണ്ടി സാറ് പറഞ്ഞു $26,000 സിംഗപ്പൂർ ഡോളർ ആണെന്ന് പറഞ്ഞല്ലോ. അത് മൊത്തത്തിൽ നമ്മുടെ പാക്കേജ് ആണോ അതോ ഫീസ് മാത്രമാണോ? അത് വരാനായിട്ടുള്ള പാക്കേജ്. വരാൻ വേണ്ടി ഫസ്റ്റ് സെമസ്റ്ററിൽ, അതായത് നമുക്കിപ്പം ഇവിടെ സിംഗപ്പൂരിൽ ലാൻഡ് ആകാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഈ 26,000. അതായത് നമ്മുടെ ഏജൻസി ഫീസ്. ഇവരുടെ ഫീസ് എത്രയായിരുന്നു ഈ പിള്ളേർക്ക് പെർ സെമസ്റ്റർ? പെർ സെമസ്റ്റർ അവർക്കൊരു $78,000 അടുപ്പിച്ച് വരും. ഒരു 40 lakhs അടുപ്പിച്ച് വരും. 40 ലക്ഷം രൂപ അടുപ്പിച്ച് വരും പഠിച്ചിറങ്ങാൻ അല്ലേ? ഐ മീൻ അപ്പൊ ഈ ഒരു സംശയം സാറ്, പെർ സെമസ്റ്റർ $17,000 സിംഗപ്പൂർ ഡോളർ പറഞ്ഞല്ലോ. ഇതിന്റെ 50% അല്ലേ പിള്ളേർക്ക് കിട്ടുക? അതെ അതെ. അല്ല, ഇത് 50% കഴിഞ്ഞിട്ടാണ് ഈ $70,000 സിംഗപ്പൂർ ഡോളേഴ്സ് എന്ന് പറഞ്ഞത്. 50% ഇല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആണ് പെർ സെമസ്റ്റർ 70 പറഞ്ഞത് അല്ലേ? അതെ, അല്ലെങ്കിൽ 140K ആണ്. അതായത് 80 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോകും. മേലി വരും. ശരി ശരി. അതുപോലെ ഇല്ല സാറേ, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ഓഗസ്റ്റ് ഇൻടേക്കിലേക്കുള്ളത് ഈ December 31st വരെയുള്ള ആപ്ലിക്കേഷൻ പോകത്തുള്ളന്നല്ലേ പറഞ്ഞത്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് വരെ ഇതുള്ളതുകൊണ്ട് ജസ്റ്റ് 1 month. അപ്പൊ ഈ 31st വരെ നമുക്ക് പിള്ളേരെ, ഈ ഗ്രാൻഡിലുള്ള പിള്ളേരെ എടുക്കാം അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ആക്ച്വലി ഇതിൻ്റെ ഒരു ഡൗട്ട് വരുന്നത്, എനിക്ക് ആ ഫീസ് സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു തരണം. അതായത് ഗ്രാൻഡ് ഇല്ലാത്തുള്ള ഫീസ് സ്ട്രക്ചർ, അതായത് ഏതിനാണ്? നമ്മുടെ ബാച്ചിലേഴ്സിനാണോ? ബാച്ചിലേഴ്സിന്. ബാച്ചിലേഴ്സിന് ഗ്രാൻഡ് ഇല്ലാതെ ട്യൂഷൻ ഫീസ് മാത്രം. വൺ സെക്കൻഡ്, ഫസ്റ്റ് സെമ്മില് ഗ്രാൻഡ് ഉണ്ടാവില്ല, കറക്റ്റ്? അതെ. അതിനെത്ര ഇന്ത്യൻ മണി വരുന്നത്? ഇന്ത്യൻ മണി ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു സിംഗപ്പൂർ ഡോളേഴ്സ് ആണെങ്കിൽ ഒരു ആവറേജ് ഒരു 15,000 സിംഗപ്പൂർ ഡോളേഴ്സ് വരും. ഗ്രാൻഡ് അല്ല, ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട്. ഒരു സെക്കൻഡ്, ഞാൻ സ്ലൈഡ് എടുത്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കാൻ കയറുമ്പോൾ തന്നെ 50% കൂടിയാണ് അവൻ പഠിക്കാൻ കയറുന്നത്. ഓക്കെ. അപ്പം അതായത് ഫസ്റ്റ് സെമസ്റ്ററിനും സ്റ്റുഡന്റിന് ഗ്രാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 25,000 വരുന്നുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ 35,000 മേളിൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ സിംഗപ്പൂർ ലാൻഡ് ആവാൻ തന്നെ പൈസ വേണ്ടി വരും. ഓക്കെ. അപ്പൊ അതായത് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ കുട്ടിക്ക് ഗ്രാൻഡ് ഇല്ലാതെ ഇപ്പൊ എത്ര ഫീസ് വരുന്നത്? ഗ്രാൻഡ് ഇല്ലാതെയാണെങ്കിൽ ഒരു $22,000 വരും. $22,000 സിംഗപ്പൂർ ഡോളേഴ്സ്. 22 to 24. അതെ. ഓക്കെ. ഗ്രാൻഡ് വന്നു കഴിയുമ്പോൾ അത് 11 ആവും. 11 ആവും. ഓക്കെ ഓക്കെ. ഇനി പെർ സെമസ്റ്റർ ആണ് ഈ എല്ലാ സെമസ്റ്ററും ഇങ്ങനെ തന്നെയല്ലേ പോകുന്നത്? അതെ, എല്ലാ സെമസ്റ്ററും ഈ പറയുന്ന പോലെ തന്നെ ഗ്രാൻഡ് ഇല്ലെങ്കിൽ 22K, ഗ്രാൻഡ് ഉണ്ടെങ്കിൽ സെമസ്റ്റർ വൈസ് അല്ല. ഇപ്പൊ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലേ, ഓരോ മൊഡ്യൂൾ വൈസ് ആണ്. അപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ ഇവരൊരു ഫിക്സഡ് മൊഡ്യൂളേ കൊടുക്കത്തുള്ളൂ. സ്റ്റുഡന്റ് വരുന്നതുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് അവന് സെക്കൻഡ് സെമസ്റ്റർ തൊട്ടിട്ട് അവൻ എത്ര മൊഡ്യൂൾ വേണോ അത്രയും മൊഡ്യൂൾ എടുത്ത് അവന് പഠിക്കാൻ പറ്റും. അപ്പം ലെറ്റ്സ് അവൻ ഒരു സെമസ്റ്ററിൽ അവൻ 6 ദിവസം കൊണ്ട് 6 മൊഡ്യൂൾ എടുത്ത് കഴിയുമ്പോൾ അവന് ചിലപ്പം ഈ പേയ്മെന്റിൽ വ്യത്യാസം വരും. 6 മൊഡ്യൂളിന്റെ പൈസ കൊടുക്കേണ്ടി വരും. അവൻ 3 മൊഡ്യൂൾ എടുത്തോളെങ്കിൽ ആ സെമസ്റ്ററിൽ ആ 3 മൊഡ്യൂളിന്റെ പൈസ. അവിടെ ഉള്ളത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു സെമസ്റ്ററിൽ 3 മൊഡ്യൂളാണ് വരുന്നത്. എക്സ്ട്രാ മൊഡ്യൂൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ആ സെമ്മിലെ ഫീസ് ഈ സെമ്മിലേക്ക് കയറി വരും. ഓക്കെ. അതെ, ഇയർ കുറഞ്ഞു കിട്ടുമോ എന്നുള്ള ഒരു ബെനിഫിറ്റ് ആണ് അത് വരുന്നത്. ഇപ്പം ചിലവർക്ക് ഇപ്പം 2 കൊല്ലത്തിലൊക്കെ പഠിച്ചിറങ്ങാൻ പറ്റുന്നവരാണ്. ചിലവർ 4 കൊല്ലം എടുത്ത് പഠിക്കുന്നവരുണ്ട്. അപ്പം നല്ല അത്രയും കഴിവുള്ളവർക്ക് ഈ 2 കൊല്ലം കൊണ്ട് പഠിച്ചിറങ്ങാൻ കഴിവുള്ളവർക്ക് അത്രയും മൊഡ്യൂൾ എടുത്ത് പഠിച്ച് 2 കൊല്ലം കൊണ്ട് ഇറങ്ങാം.
ഓക്കെ, ഇനി ഇതിനകത്ത് മറ്റൊരു ഡൗട്ട്. നമ്മുടെ ഈ അപ്പോൾ 3 ഇയർ അല്ലേ സ്റ്റേ ബാക്ക് വരുന്നത്? 3 ഇയർ സ്റ്റേ ബാക്ക് എന്ന് നമുക്ക് പറയാൻ പാടില്ലേ? പറയാം. 3 ഇയർ സ്റ്റേ ബാക്ക് ആണ് വരുന്നത്. ലാസ്റ്റ് സെം പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്ന് പറയാൻ പാടില്ലേ? പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ആ രീതിയിൽ വേറെ മൊഡ്യൂൾ എടുത്ത് 5 മൊഡ്യൂൾസ് എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലാസ്റ്റ് സെം എന്ന് പറയുന്നത് 6th സെം അല്ലേ? 6th സെം. അപ്പോൾ അതും അങ്ങനെ തന്നെ ചെയ്യാലോ? അതെ. ഓക്കെ ഓക്കെ. ഫീസിന്റെ കാര്യത്തിൽ ഒരു 6th അല്ല, ഇപ്പോ നോർമൽ ഇത് 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നവനാണെങ്കിൽ 8th സെം ആണ് വരുന്നത്. ഓക്കെ, അതെ ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നോർമലി അല്ലാതെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്ന പോലെ തന്നെ വരുന്നത് അല്ലേ? അതെ. ഇപ്പൊ കൂടുതൽ മൊഡ്യൂൾ എടുക്കുന്ന കുട്ടിക്ക് അപ്പൊ പാർട്ട് ടൈം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരില്ലേ? കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ? ഇത് ഒരുപാട് ടൈമൊന്നും ക്ലാസ് കാണത്തില്ല. മാക്സിമം 2 hours ഒക്കെ ഒരു സബ്ജക്ട് പഠിപ്പിക്കത്തുള്ളൂ. ഓക്കെ, ഒരു മെയിൻ ആയിട്ടുള്ള ഡൗട്ട്, ഈ ഓഗസ്റ്റ് ഇൻടേക്കിലേക്ക് വരുമ്പോൾ പല പേരൻസും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം അവർക്ക് എത്ര രൂപ വരെ അവർക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും പാർട്ട് ടൈം ചെയ്താൽ? എത്ര മണിക്കൂർ പാർട്ട് ടൈം പറ്റും? ഇപ്പോ ഞങ്ങളിപ്പം പാർട്ട് ടൈം ഒരു സ്റ്റുഡന്റ് ഇപ്പൊ നമ്മളൊരു ലിമിറ്റ് ഇല്ലാതാണ് കൊടുക്കുന്നത് പാർട്ട് ടൈം. അപ്പം ലെറ്റ്സ് ഇന്ന് അവന് 5 മണി വരെ, ഇപ്പൊ ഒരു സ്റ്റുഡന്റിന് 5 മണി വരെ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ അവന് 5 മണിക്ക് ക്ലാസ് കഴിയുന്നവന് 6 മണിയാകുമ്പോൾ അവന് പാർട്ട് ടൈമിന് കയറാൻ പറ്റും. ഓക്കെ, ഈവനിങ് 6 PM പാർട്ട് ടൈമിന് കയറാൻ പറ്റും. 6 PM അവൻ തമ്പ് പ്രിന്റ് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവന് ബിഫോർ OT ഇല്ലാതെ 6 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. OTയും കൂടെ എടുക്കുകയാണെങ്കിൽ, അതായത് 11 മണിയാകുമ്പം ഇത് അവിടുത്തെ ഇൻചാർജ് വന്നിട്ട് ചോദിക്കും ആർക്കൊക്കെ OT വേണമെന്നുള്ളത്. അപ്പം OT വേണം എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവന് വെളുപ്പിന് 4 മണി വരെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം 6 മണി ഈവനിങ് 6 to വെളുപ്പിന് 4 മണി വരെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും മണിക്കൂറും $15 per hour അവന് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ. അതായത് ശരിക്കും പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് അല്ലേ? അതെ, അതായത് 10 മണിക്കൂർ അവൻ ജോലി ചെയ്യുമ്പോൾ അവന് $150 കിട്ടും. $150 ആയപ്പോൾ നാട്ടിലെ ഇന്ന് 62 രൂപയാണ്. 9,300 rupees കിട്ടും. ഓക്കെ ഓക്കെ. ഇനി അടുത്തൊരു ഡൗട്ട് വരുന്നത് നമുക്ക്, ഇവർക്ക് ഇപ്പൊ എല്ലാ സെമസ്റ്ററിലും രണ്ട് മാസം ഇവർക്ക് ലീവില്ലേ? അതെ. അപ്പൊ അതിലൊക്കെ ഇവർക്ക് ഫുൾ ടൈം ചെയ്യാലോ? ഫുൾ ടൈം പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. രാവിലെ തൊട്ട് രാത്രി വരെ അവർക്ക് പാർട്ട് ടൈം ചെയ്യാം. ഈ അസിസ്റ്റൻസ് നമ്മൾ തന്നെയല്ലേ കൊടുക്കണേ? അസിസ്റ്റൻസ് നമ്മൾ തന്നെ കൊടുക്കുന്നത്. നമ്മൾ ഇവർക്ക് ഗ്രൂപ്പ് ഉണ്ട് സ്റ്റുഡൻസിന്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോകുന്ന സ്റ്റുഡൻസിനും അല്ലാത്ത സ്റ്റുഡൻസിനും എല്ലാവർക്കും കൂടെ ചേർന്ന് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകൾ ഇടും. എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള സ്ലോട്ട് ഇടും. അപ്പൊ ആർക്കൊക്കെ വേണമെന്നുള്ളത് അവർ അതിൻ്റെ അകത്ത് സ്ലോട്ട് ഫില്ല് ചെയ്ത് പോകണം. ഓക്കെ. ആവറേജ് സെമസ്റ്റർ ഫീ വരുന്നത് 11,000 ആണല്ലേ? ബാച്ചിലേഴ്സിനാണെങ്കിൽ. ഡിപ്ലോമയ്ക്കാണെങ്കിൽ വേറെയാണ്. അല്ല അത് ശരി. അല്ല ബാച്ചിലേഴ്സ്? അതെ, ബാച്ചിലേഴ്സിന് ആവറേജ് വരുന്നത് 11,000. മോഡ്യൂൾ കൂടുതൽ എടുത്താൽ മാത്രം ഇതിനകത്ത് എത്ര മോഡ്യൂൾ വരുന്നുണ്ട് ആവറേജ്? ഏതാണ് ആവറേജ്? 3 modules ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്. 3 to 4 modules വരുള്ളൂ. ഏകദേശം 2,500 വരുന്നുണ്ടല്ലേ ഒരു മോഡ്യൂളിന്? 2,500 to 3,000 ആ ഒരു ഇതിൽ വരും. അവർക്ക് അത് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ മൊഡ്യൂള് പൈസ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ലോൺ ഇവിടെ എടുക്കാം. എത്ര രൂപയാലും അവർക്ക് ലോൺ എടുക്കാൻ പറ്റും ഇവിടെ. അപ്പോ നമുക്ക് 80% ലോണ് കിട്ടും. ഒരു സെമസ്റ്ററിന്റെ 80%, അതായത് എത്ര മൊഡ്യൂൾ എടുക്കുന്ന അതിന്റെ 80% ലോൺ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ അവർക്ക് ഒരു $500 ഒക്കെ വെച്ച് മന്ത്ലി അടച്ചു പോവാം. ഇല്ല ജോലി കിട്ടിയതിന് ശേഷം അവർക്ക് അടച്ചാൽ മതിയെങ്കിൽ അങ്ങനെ അടച്ചു പോവാം. നമുക്ക് ജോലി കിട്ടുന്നത് വരെ 0% ഇൻട്രസ്റ്റ് ആയിരിക്കും. ഈ കോഴ്സ് ഫീ കംപ്ലീറ്റ് എത്ര വരിക? അത് ആഫ്റ്റർ സ്കോളർഷിപ്പ് ഗവൺമെന്റ് ഗ്രാന്റ് അറൌണ്ട് $70,000 to $75,000 വരുന്നുണ്ട്. 70,000 to 75,000 അല്ലേ? ഫസ്റ്റ് സെമസ്റ്റർ ഫീ ഉൾപ്പെടെയാണോ 26,000 നമ്മൾ പോകാൻ വേണ്ടി? ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് ഉൾപ്പെടെയാണ് 26,000 നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ ഈ പേയ്മെന്റിന്റെ സ്ട്രക്ചറിൽ ആക്ച്വലി അപ്പോൾ 5 ഇതായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. എലിജിബിലിറ്റി ചെക്ക്, അതിനുശേഷം രജിസ്ട്രേഷൻ ഫീസ് 10,000 വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ തന്നെ $250 നമുക്ക് പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഓക്കെ. വരുമ്പോൾ ഈ സീറ്റ് ബുക്കിംഗ് ഫീ എന്ന് പറയുന്നുണ്ട് $15,000. അതെന്താണ് സംഭവം? അത് ഫസ്റ്റ് പേയ്മെന്റ്. ഇപ്പൊ നമുക്ക് $25,000 ഒറ്റ പേയ്മെന്റ് ചെയ്യണമെന്നില്ല.
ഓക്കെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ $26,000 ഒരു സ്റ്റുഡന്റ് ഒറ്റ പേയ്മെന്റ് ആയിട്ട് ചെയ്യണമെന്നല്ല. അപ്പം അഡ്മിഷൻ കിട്ടി ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ പേയ്മെന്റ് ചെയ്യേണ്ട പൈസയാണ് അത്. ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ $15,000 ചെയ്യുന്നു അല്ലേ? അതെ. അതിനുശേഷം അടുത്തതിൽ ഫൈനൽ ഫീ ലാൻഡിംഗ് എക്സ്പെൻസ് 5,000 പേയബിൾ ബിറ്റ്വീൻ ജനുവരി ഫെബ്രുവരി മാർച്ച് പറയുന്നുണ്ട്. അതെന്താ സംഭവം? ഇത് അടുത്ത ഇതാണ്, അതായത് നമ്മൾ ഓരോ ഗഡുഗഡുകളായിട്ടാണ് മേടിക്കുന്നത്. അതായത് ഞാൻ അതൊന്ന് നോട്ട് ചെയ്തോട്ടെ. അതായത് ആദ്യം 10,000 ഓക്കെ INR, ദെൻ $250 സിംഗപ്പൂർ ഡോളർ. അതിനുശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുമ്പോൾ 15 അല്ലേ? അടുത്ത് വരുന്നത് ഇത് ഈ 2ഉം 3ഉം ജസ്റ്റ് മാറ്റി വെച്ചോളൂ, കാരണം ഇത് വേറെയാണ്. നമുക്കിപ്പം ഇത് എന്തുവാന്ന് പറഞ്ഞ സീറ്റ് ബുക്കിംഗ് ഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓഫർ ലെറ്റർ കിട്ടിയ ഒരു സ്റ്റുഡന്റിന് അപ്പൊ നമുക്ക് ഇത്ര ടൈം ഇന്റർവെലിനുള്ളിൽ നമ്മൾ ഇത്ര പൈസ അടച്ച് നമ്മൾ നമ്മുടെ സീറ്റ് കൺഫേം ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റിന് ആ സീറ്റ് കൊടുക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്രയും രൂപ കോളേജിൽ അടച്ചു കഴിയുമ്പോൾ നമുക്ക് സീറ്റ് നമ്മുടേത് കൺഫേം ആയി. ഓക്കെ. പിന്നെ അത് കഴിയുമ്പം അപ്പൊ 15,000 ആയി. ദെൻ അത് കഴിയുമ്പോൾ നമുക്ക് ഒരു 5,000 രൂപ ഇതിന്റെ ഇടയിൽ നമ്മൾ പേ ചെയ്യണം. അത് ആഡ് ചെയ്യാൻ മറന്നു പോയതാണ്. ദെൻ അത് കഴിയുമ്പം നമ്മൾ വിസയൊക്കെ വന്നതിന് ശേഷം ബാലൻസ് 5,000, അപ്പം 25,000 ആയി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ തന്നെ ഫൈനൽ എക്സ്പെൻസ് 5,000 പേയബിൾ ബിറ്റ്വീൻ ജനുവരി ഫെബ്രുവരി മാർച്ച് അക്കൗണ്ട് വിസ ലാൻഡിംഗ് എക്സ്പെൻസ്. അപ്പൊ അതിനുശേഷം ഓക്കെ. അപ്പൊ ഇത് കൂട്ടിയിട്ടാണ് 15,000 പ്ലസ് 5,000 കൂട്ടുമ്പോൾ വരുന്നത് 20,000 അല്ലേ ആവുന്നുള്ളൂ. 25,000 വരുന്നില്ല. 5,000 അതിന്റെ ഇടയിൽ പേ ചെയ്യണം. അത് ആഡ് ചെയ്യാൻ മറന്നു പോയതാണ്. അതെന്തെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്നത്? അല്ല, അതിപ്പോ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ 26,000 ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ അത് അവർക്ക് 3 പ്രാവശ്യമായിട്ട് ഇത് പേ ചെയ്യാം. ഇല്ല 2 പ്രാവശ്യമായിട്ടാണെങ്കിൽ ഇതൊരു $10,000 ആയിട്ട് അവർക്ക് മേടിക്കാം. ഇല്ല എങ്കിൽ 5,000 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അല്ല, നമ്മളിപ്പോൾ അവരോട് പറയുകയാണ്, അതായത് ഇപ്പോൾ നമ്മളവരോട് പറയുകയാണ് ഓക്കെ വിസ നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് $25,000 സിംഗപ്പൂർ ഡോളറാണ്. അതങ്ങനെ പറയാലോ? അതെ. അങ്ങനെ പറയുന്നത് ചിലവരാണെങ്കിൽ ഈ 25,000 അടയ്ക്കാൻ പറ്റുന്നവരുണ്ട്. ചിലവരാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അടയ്ക്കാൻ പറ്റുന്നവരുണ്ട്. ചിലവര് 3 പ്രാവശ്യമായിട്ട് അടയ്ക്കാൻ പറ്റുന്നവരുണ്ട്. ഓക്കെ. ഈ 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ എത്ര ടൈം ഗ്യാപ്പ് വരാം? അതാണ് എൻ്റെ ചോദ്യം. അതായത് വിസ വന്നു കഴിയുമ്പോൾ ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ 15,000 എടുത്തിരിക്കണം. ഓരോ മന്ത് ഗ്യാപ്പ് കിട്ടും നമുക്ക്. ഓക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ആണ് അടുത്തത് പറയുന്നത് അല്ലെ? നെക്സ്റ്റ് മന്ത് 10K എന്ന് പറയാം, ഓർ 5K, ദെൻ നെക്സ്റ്റ് മന്ത് വീണ്ടും 5K അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 2ആയിട്ടോ 3ആയിട്ടോ ഡിവൈഡ് ചെയ്ത് പറയുന്നതിന് പകരം ഒറ്റയടിക്ക് പറയാം. സ്വാഭാവികമായിട്ടും ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 25K ആണെന്ന് പറയാം അല്ലേ? ഓക്കെ. ഇതിന് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടോ? എൻട്രൻസ് ഇല്ല. അതുപോലെ ഈ നമ്മുടെ ഡിപ്ലോമ കോഴ്സുകൾക്ക് അതിന് അഡീഷണൽ ആയിട്ട് സ്കോളർഷിപ്പ് കിട്ടുമോ? ഗവൺമെന്റ് ഗ്രാന്റിന് പുറമെ സ്കോളർഷിപ്പുകൾ കിട്ടും. അതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന ഒരു സ്റ്റുഡന്റിന് 4ൽ 3.9 അവന് GPA വന്നു. അവനിപ്പോ എക്സ്ട്രാ സ്കോളർഷിപ്പുകൾ കിട്ടിയ സെമസ്റ്റർ അവനിപ്പോ $1,000 അടച്ചാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന ഈ ഏപ്രിൽ ഇൻടേക്കിലെ സ്റ്റുഡന്റിന് ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇതേപോലെ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയാണ് മൈക്രോൺ എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡിലെ തന്നെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലെ ടോപ്പാണ് മൈക്രോൺ എന്ന് പറയുന്നത്. അവരുടെ സ്കോളർഷിപ്പ് ആ കുട്ടിക്ക് ഇപ്പം അപ്രൂവ് ആയിട്ടുണ്ട്. അതിന് ട്യൂഷൻ ഫീസും കമ്പനി പേ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ പഠിച്ചിറങ്ങിയ ഉടനെ കമ്പനിയിൽ ജോലിയും അതിന് ഓഫർ ആയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട്സ്? അത് ഈ ഏപ്രിൽ ഇൻടേക്കിനും ഓഗസ്റ്റ് ഇൻടേക്ക് രണ്ടിനും ഉണ്ടോ? ഉണ്ട്. സാറ് പറഞ്ഞില്ലേ ഇപ്പം ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ അവർക്ക് ജോലി ചെയ്താൽ മതി എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്താല് അവർക്ക് സെക്കൻഡ് സെമിസ്റ്റർ അവർക്ക് അവിടെ അത് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവറ്റ് 1 ഇയർ കോഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് 2-3 ദിവസം ആഴ്ചയിൽ മാക്സിമം കൊടുക്കും എന്നുള്ളത്. ഓക്കെ.
ഓക്കെ. എന്നാ നമ്മളിപ്പോ ഓഗസ്റ്റ് ഇൻടേക്കിലേക്കുള്ള പിള്ളേർക്ക് ഇപ്പം ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ആണല്ലോ, ബാക്കി അവർക്ക് ഫുൾ വർക്ക് ചെയ്യാമല്ലോ. ആ അവർക്ക് ക്ലാസ് ഉള്ള ദിവസം അവർക്ക് മാക്സിമം ഒരു ദിവസം കാണും 6 മണി വരെ കാണും. ബാക്കി എല്ലാ ദിവസവും ചിലപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് കഴിയും. ചിലപ്പോൾ ആ 5 മണി ഉച്ച തൊട്ട് 5 മണി വരെ 5 മണിയാകുമ്പം ക്ലാസ് കഴിയും. അപ്പം ബാക്കിയുള്ള സമയം അവർക്ക് അവരുടെ വർക്ക് ചെയ്യാനും പാർട്ട് ടൈം ചെയ്യാനുമായിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. അപ്പൊ അവർക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റുമല്ലേ സെക്കൻഡ് സെമിസ്റ്റർ തൊട്ട് അവർക്ക് സുഖമായിട്ട് ഇവിടെ സുഖം. നാട്ടിലും അയച്ച് അവന്മാരുടെ ഇവിടുത്തെ ഫീസും അടച്ച് ഓരോരോ രാജ്യത്ത് ടൂറും പോകുന്ന കുട്ടികളുണ്ട്. കുട്ടികളുണ്ടല്ലേ? ആ. ഓക്കെ. ഇപ്പൊ ഈ കഴിഞ്ഞ ഇപ്പൊ സെക്കൻഡ് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് അവന്മാര് ഈ വെക്കേഷന് തായ്ലൻഡ് പോയിട്ട് വന്നേ ഉള്ളൂ എല്ലാവന്മാരോട്. അത് ശരി. പാർട്ട് ടൈം പോവുക, പൈസ ഉണ്ടാക്കുക, ഫീസും ബാക്കി കാര്യങ്ങളും പേ ചെയ്യുക, ബാലൻസ് പൈസ വീട്ടിൽ അയക്കണമെങ്കിൽ വീട്ടിൽ അയക്കുക, ഇല്ല അവർക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. സാറേ, ആ ഈ 1 മന്ത് എല്ലാ മാസവും ഉള്ളതില്ലേ, ആ അത് 6 മന്ത് കോഴ്സാ വരുന്നത്? 6 മാസത്തെ കോഴ്സും 6 മാസത്തെ ഇന്റേൺഷിപ്പും. അവർക്ക് PR ഒന്നും കിട്ടില്ല അല്ലേ? PR ഒന്നും കിട്ടത്തൊന്നുമില്ല. ആകെ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴി വരുന്നെങ്കിൽ നമ്മൾ അവർക്ക് ഈ പാർട്ട് ടൈം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. പിന്നെ അവർക്ക് നമ്മൾ ഇത് ജോബ് അപ്ലൈ ചെയ്യാനുള്ള പ്രൈ- ഒരു ഫെസിലിറ്റിയും കൂടെ ചെയ്തു കൊടുക്കും. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ, വിസ കൺവേർട്ട് ചെയ്ത് ജോബ് ചെയ്യാം ഇവിടെ. അല്ല, ഇവർക്ക് ആ ടോട്ടൽ 1 ഇയറേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു ടോട്ടൽ 1 ഇയർ ആണ്. 5 ഇയർ 6 മന്ത് കോഴ്സും 6 മന്ത് ഇന്റേൺഷിപ്പും. അതെ, പിന്നെ ഇവർക്ക് എത്രയാ ഫീസ് വരുന്നത്? അവർക്ക് കോഴ്സ് ഡിപ്പെൻസ് ആണ്. അതിന്റെ ഇത് ലേറ്റർ ജിത്തു നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അത് കഴിഞ്ഞ നാട്ടിലേ പോലെ വരില്ലേ? എന്താണ്? 1 ഇയർ കഴിഞ്ഞ് നാട്ടിലേ പോരണ്ടല്ലേ? 1 ഇയർ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വരും. ഇല്ല, അവർ ഇവിടെ ജോലി, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കും. അവർ പോയി ഇന്റർവ്യൂ ആ അറ്റൻഡ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അത് വളരെ റെയർ കേസ് അല്ലേ വരുന്നുള്ളൂ അല്ലേ? അത് റെയർ കേസേ വരുന്നുള്ളൂ. ഇപ്പൊ ഒരു പുറത്തുനിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും പ്ലസ് നമുക്കൊരു 6 മാസത്തെ എന്താ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടും നമുക്ക്. അപ്പം ഈ രാജ്യത്തല്ല, വേറെ ഇപ്പൊ ദുബായിൽ പോകണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വെക്കാൻ പറ്റും. അപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ ഈ നോർമൽ റെസ്റ്റോറന്റിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ, ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിലാണ് അല്ല, ഇവർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഉം. നാട്ടില് സുഖമായിട്ട് ജോലി ചെയ്യാൻ നമുക്ക് കിട്ടുന്നു അല്ലേ? നാട്ടിൽ ഇപ്പം 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും. ഇപ്പം താജ് മലബാറിലൊക്കെ സർട്ടിഫിക്കറ്റ് വെച്ച് 6 മാസത്തെ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ജോലി ചെയ്യാം. ഇല്ല വിദേശത്ത് ഇപ്പം ദുബായിലും സൗദിയിലും ഒക്കെ ആണെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി ചെയ്യാം. ജോബിന് അപ്ലൈ അല്ലേ? ഉം. ആ. പിന്നെ മൗറീഷ്യസ് പോലുള്ള രാജ്യങ്ങളിൽ ജോബ് കൊടുക്കുന്നുണ്ട് ഇതേപോലുള്ള സ്റ്റുഡൻസിന്. അത് അവര് പ്രത്യേകം വിസ എടുത്ത് പോകണ്ടേ? പ്രത്യേകം വിസ എടുത്ത് പോകണം. മൗറീഷ്യസിൽ അത്യാവശ്യം നല്ല പൈസയൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് സ്റ്റുഡൻസിന്. പിന്നെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. അല്ല, ഇതിനിപ്പോ ഈ പ്രൈവറ്റ് കോളേജിലല്ലേ ഇത് വരുന്ന 1 മന്ത് അല്ലേ? അതെ, അപ്പൊ എല്ലാ ഇതിന്റെ മാസവും അഡ്മിഷൻ ഉണ്ട്. എല്ലാ മാസവും അഡ്മിഷൻ ഉണ്ട്. എല്ലാ മാസവും? അത് ശരി. ഉം. അല്ല, അതില് പിന്നെ പിന്നെ ഇതിന്റെ കോഴ്സിന്റെ ഉം. എമൗണ്ട് ഇല്ലേ, ഇതിന് ഷോമണി ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അവർക്ക് ഇത് ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ ഇവിടെ കാണിക്കാം അവർക്ക്. അതല്ല, ഷോമണി കാണിക്കണോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ഇവര് പഠിക്കാൻ വരുന്ന പൈസ ജസ്റ്റ് ബാങ്കിൽ ഇട്ടിട്ട് അത് മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും വേണ്ട. അത് വിസ കിട്ടി. കാണിക്കണം. അത് ഇപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ വരുന്ന ഫീസ് ഉണ്ടല്ലോ, ഫീസിന്റെ പൈസ. അത് മറ്റേ സാറ് പറഞ്ഞ പിന്നെ ഷോമണി വേണ്ടെന്ന് പറഞ്ഞു. ആരാണ്? വിനോദ് സാറല്ലേ? അല്ല, ഷോ മണി വേണ്ടാത്തത് നമ്മുടെ ഈ ഓഗസ്റ്റിലെ ഗവൺമെന്റ് കോളേജുകൾക്കാണ് ഷോ മണി വേണ്ടാത്തത്. ഈ 1 ഇയർ കോഴ്സ് 1 ഇയർ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഷോ മണി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് എന്തായാലും പഠിക്കാൻ വരാൻ വേണ്ടിയിട്ടുള്ള ഫീസ് അവർ അടച്ചാലല്ലേ അവർക്ക് ഇവിടെ കയറി വരാൻ പറ്റുള്ളൂ. അത് ഫസ്റ്റ് തന്നെ പേയ്മെന്റ് ചെയ്യണം അവര്. അപ്പം ഈ പൈസ അവര് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം കാണിച്ചാൽ മതി. ബാക്കി വരുന്ന ഇത് അവരുടെ എക്സ്പെൻസ് ഇത് മീറ്റ് ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ സർട്ടിഫിക്കറ്റ് വെക്കും അവർക്ക്. നമ്മളെ ബാങ്കിൽ ബാങ്കിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചാൽ മതി. അതെ, അല്ല ഞാൻ അങ്ങനെയല്ല ഏകദേശം ഉദ്ദേശിച്ചത്. എത്ര ഫീസ് വരുന്നത്? ഇപ്പൊ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തുതരാം. ക്ലിയർ ആയിട്ടില്ല സാറിന്, അത് ക്ലിയർ ആയിട്ടില്ല. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് സ്റ്റുഡന്റിന് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് ഒരു 4 ലക്ഷം രൂപ ആവുന്നെന്ന് വെച്ചോളൂ.
ഈ 4 ആ ലക്ഷം രൂപ അവൻ വേണമല്ലോ ഇവിടെ ഒരു കൊല്ലം വന്ന് പഠിച്ചിട്ട് അവന് ഇന്റേൺഷിപ്പ് ചെയ്ത് നാട്ടിൽ തിരിച്ചു പോകാനായിട്ട്. അപ്പൊ ഈ 4 ലക്ഷം രൂപ അവന്റെ കയ്യിലുള്ള 4 ലക്ഷം രൂപ ഫസ്റ്റ് ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇട്ടിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. അത് ആ മാത്രം വെച്ചാൽ മതി. ബാലൻസ് അവന് ഉം. വരുന്ന ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റുകൾ വയ്ക്കും അവന്. അതായത് ഞങ്ങൾ അവന് ഇത് സ്പോൺസർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് വിസ അപ്രൂവ് ചെയ്തെടുക്കും. അത് ശരി. ഉം. അപ്പൊ ഇവർക്ക് ഈ പഠിക്കാനുള്ള ഈ ഏകദേശം അപ്രോക്സിമേറ്റ് 4 ലക്ഷം എന്നല്ലേ പറഞ്ഞല്ലേ? ഉം ഈ ഉം. 4 ലക്ഷത്തില് ഇവർക്ക് പിന്നെ എന്താ പറയാ പാർട്ട് ടൈം ജോബ് കൊണ്ട് ആ പൈസ ഉണ്ടാക്കാം സുഖമായിട്ട് അല്ലേ? പാർട്ട് ടൈം ജോബ് നമ്മൾ കൊടുക്കുന്ന ദിവസങ്ങളിൽ പോയി പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് ചെയ്യാം. പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ അറൗണ്ട് ഈ പൈസ മൊത്തം തിരിച്ചു കിട്ടും. ഇന്റേൺഷിപ്പിന് പൈസ ഉണ്ടാവില്ല. ശരി. ഇന്റേൺഷിപ്പ് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. ആ ശരി. അപ്പൊ പ്ലസ് 6 മാസം ഈ നമ്മൾ അടച്ച പൈസ ഫുള്ളായിട്ട് ആ ഒരു 6 മാസം കൊണ്ട് ക്ലിയർ ആയിക്കും. ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ പാർട്ട് ടൈം ചെയ്യുന്ന ജോബിന്റെ പൈസ വേറെ ഉണ്ടാവും അല്ലേ? അതെ. ഇപ്പൊ ഹോട്ടൽ ശരിക്കും മാനേജ്മെന്റ് ആണ് എടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഹോട്ടലുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് OT കൊടുക്കും. OT കൊടുക്കുമ്പോൾ എക്സ്ട്രാ വേറെ പൈസ കയറിക്കൊണ്ടിരിക്കും. ഈ പൈസ കൂടാതെ അവർക്ക് എക്സ്ട്രാ ഞാനതല്ല വേറെ ഈ പൈസ കയറിക്കൊണ്ടിരിക്കും. കോഴ്സിന്റെ ടൈം എപ്പോഴാ? എന്തോ ടൈമാണ്? പിന്നെ ഈ ക്ലാസ്സിന്റെ ടൈം ഉണ്ടാവൂലേ? അത് ഡെയിലി 2-3 hours ആണ്. അല്ല ഞാൻ ചോദിച്ചു OT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വരെ OT ചെയ്താൽ കുട്ടിക്ക് റെസ്റ്റ് എടുക്കണ്ടെന്നാണ് ചോദിച്ചത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇപ്പൊ ഇവിടെ നാട്ടില് നമ്മളിപ്പം ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരു നാട്ടിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ഉറക്കവും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് ജീവിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ. ആ ഓക്കെ സർ. വൺ ഇയർ കോഴ്സ് ഏതൊക്കെയാണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിപ്പോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ഒരു ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്. ഇനി വരും അടുത്ത ആഴ്ച നിങ്ങൾക്ക് കുറെ കോഴ്സുകളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഏവിയേഷൻ അങ്ങനെയുള്ള കുറെ കോഴ്സുകളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾക്ക്. ഡിസൈനിങ് കോഴ്സുകൾ വല്ലതൊക്കെ ഉണ്ടോ? എന്താണ്? ഡിസൈനിങ്ങിന്റെ വല്ല കോഴ്സുകളുണ്ടോ? 1 year ആണോ? ആ 1 year ഡിസൈൻ കോഴ്സ് നോക്കട്ടെ ഞാനൊന്ന്. 3 year ഡിസൈൻ കോഴ്സ് പഠിക്കുന്നതല്ലേ നല്ലത് കുറച്ചുകൂടെ, ഇന്റീരിയർ ഡിസൈൻ. 1 ഇയറിന് സ്റ്റേ ബാക്ക് ഉണ്ടോ സാറ്? ഇല്ല, 1 year സ്റ്റേ ബാക്ക് ഇല്ല. അവർക്ക് PR കിട്ടത്തില്ല. ജോലി അവര് ലക്ക് പോലെ ഇരിക്കും. ഒരു 2 weeks നിൽക്കാം. 1 year പഠിക്കാൻ വരുന്നവർക്ക് ഒരു 2 weeks നിൽക്കാം അവർക്ക്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് മാത്രല്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. മാർക്ക് വലിയ കുഴപ്പം വരില്ല. പൈസ ഒരുപാടില്ല. ജോലിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം സിംഗപ്പൂർ അല്ല വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തൊരു ജോബ് മതി എന്നുള്ളവർക്കാണെങ്കിൽ ഇതെടുത്ത് വന്ന് പഠിക്കാം. കാരണം പൈസ കുറവാണ്. അവർക്ക് മുടക്കുന്ന പൈസ ഇവിടെ പണിയെടുത്ത് തന്നെ ഉണ്ടാക്കി തിരിച്ചു പോവാം. ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. 6 മാസത്തെ എക്സ്പീരിയൻസും കയ്യിൽ കിട്ടും. ഈ ഏപ്രിൽ ഇൻടേക്കിന് 90% വേണമെന്നുണ്ടോ എൻട്രൻസ് എക്സാമിനേഷന്? അങ്ങനെ കമ്പൽസറി ആയിട്ട്? അത് അങ്ങനെയല്ല, നമ്മുടെ ഈ PSC പോലാണത്. അതായത് മാർക്കുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തു ഓ വരും. ശരി ശരി. നമ്മൾ അവർക്ക് ഇനിയിപ്പോ മോക്ക് ടെസ്റ്റ് വല്ലതും വീണ്ടും നടത്തുന്നുണ്ടോ അവര്? ഉണ്ട്. മോക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റിന്റെ ഡേറ്റ് ജിത്തും ടീമും നിങ്ങളെ അറിയിക്കും. അല്ല 22-നാണല്ലോ എക്സാം. എക്സാം 22-ന്. ചേഞ്ചസ് ഇല്ല, 22 തന്നെയല്ലേ? ഇല്ല, 22 തന്നെ. അപ്പൊ അവരിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവര് പേടിച്ചിരിക്കുന്നുണ്ട് 90% മാർക്ക് വേണമെന്ന് ഏതോ മീറ്റിംഗിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അല്ല, മാക്സിമം അവർ പഠിക്കാൻ വേണ്ടിയിട്ട് പേടിപ്പിച്ച് നിർത്തണം നമ്മളിപ്പം തണുത്ത രീതിയിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ പോയി എഴുതിയാലും കിട്ടുമെന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും പഠിക്കാതെ പോയിട്ടായിരിക്കും എഴുതുന്നത്. ശരി. മാക്സിമം നമ്മൾ അവരെ പേടിപ്പിച്ച് നിർത്തുക. അപ്പൊ അത്രയും അവര് നല്ലപോലെ പഠിക്കും. എത്ര മോക്ക് ടെസ്റ്റ് ഉണ്ടാകാൻ സാധ്യത? 1-2 ഇനി അഡീഷണൽ? ഇനി 2 കാണും. കോളേജിന്റെ സൈഡിൽ നിന്നും കാണും. നമ്മളിനി അല്ലാതെ 1 കൂടെ കൊടുക്കും. ശരി. ഓക്കെ. കോഴ്സിന്റെ ഡീറ്റെയിൽസ് വഴി അയച്ചു തരുമല്ലേ? 1 year കോഴ്സിന്റെ ആണോ? എല്ലാ കോഴ്സുകളുടെയും എനിക്ക് തോന്നുന്നു ഇതിൻ്റെത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഏപ്രിൽ ഇൻടേക്കിന്റെയും ഓഗസ്റ്റിന്റെതും ബാച്ചിലേഴ്സിന്റെതും. 1 yearന്റേത് നിങ്ങൾക്ക് ഉടനെ തന്നെ അയച്ചു തരും. എന്താണ് അതിന്റെ ഡേറ്റും കാര്യങ്ങളും. എല്ലാ മന്തും നിങ്ങൾക്ക് എന്താ പറയുന്നത് അഡ്മിഷൻ കാണും. ഇപ്പൊ നമ്മൾ 1 year പ്രോഗ്രാം കൂടെ ഇത് ചെയ്യുമ്പോൾ ഇപ്പം ജാനുവരി ടു ഡിസംബർ എല്ലാ മന്തിലും നിങ്ങൾക്ക് റവന്യൂ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ ഫീസ് സ്റ്റുഡൻസ് വിസ കിട്ടിയതിന് ശേഷം മാത്രം അവര് പൈസ അടച്ചാൽ മതി. അല്ല അതിനു മുമ്പ് പൈസ ഒന്നും അടയ്ക്കണ്ട ഇങ്ങോട്ട്.
വിസ കിട്ടി കഴിയുമ്പോൾ അവർ പൈസ അടയ്ക്കുക. നിങ്ങൾക്കുള്ള കമ്മീഷൻ എല്ലാ മാസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. 1 ഇയർ കോഴ്സിന് മൊത്തം എക്സ്പെൻസ് എങ്ങനെ വരുന്നത്? അത് ഫീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജിത്തു ലേറ്റർ നിങ്ങൾക്ക് ഇട്ട് തരും. അതർ 1 ഇയർ എക്സ്പെൻസസ് കോഴ്സിന് അതർ എക്സ്പെൻസ് ഡിപ്പെൻസ് ഓൺ ഓരോ കുട്ടിയെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. ഇപ്പം അവൻ ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിച്ച് നടക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ വേണം. എന്തായാലും അവന് ഒരു മിനിമം റിക്വയർമെന്റിന് വേണമെന്ന് പാർട്ട് ടൈം അവന് ചെയ്യാൻ പറ്റും ഇവിടെ. ഒരു സാറേ ഹലോ ഹലോ സാറേ ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. സാറേ നമ്മളിപ്പോ 1 ഇയർ നമ്മൾ വഴി പോകുന്ന പിള്ളേർക്ക് പാർട്ട് ടൈം നമ്മൾ റെഡിയാക്കി കൊടുക്കും. പക്ഷെ സ്റ്റേ ബാക്കും ഇല്ല, നമുക്ക് വേറെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇല്ല, അല്ലേ? അതൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റേ ബാക്ക് ചെയ്യാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അപ്പം ജസ്റ്റ് അവർക്ക് ഒരു അങ്ങനെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്ത് അത് കൊടുക്കാം നമ്മള് അല്ലേ? അതെ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അത് ആ കഴിയുമ്പോൾ നമ്മളിപ്പോ 1 വർഷത്തെ ഇത് കഴിയുമ്പോൾ നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ ഇവിടെ പക്ഷെ ഇപ്പൊ ഞാൻ നമ്മൾ വഴി പോവാണെങ്കിൽ ലീഗലി ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം അല്ലേ? അതായത് ഇല്ലീഗലാണ്, പക്ഷെ ഞങ്ങൾ അത് ഒരു ചെറിയൊരു പരിപാടി ചെയ്തിട്ട് അതൊരു ശരി, രീതിയിൽ ലീഗലാക്കി വെക്കുന്നതാണ്. അങ്ങനെ. കാരണം ഇപ്പൊ ഞാന് ആ, മറ്റേ കുറച്ച് പിള്ളേരെ വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇവിടെ ഇതുവഴി സാർ വഴി വിടുന്നതിന് മുമ്പ് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവിടെ പാർട്ട് ടൈം ജോലി കിട്ടാനൊക്കെ അവർക്ക് പിള്ളേർക്ക് പാടായിരുന്നു. കുറെ അത് പിള്ളേർക്ക് പാടാണ്. കിട്ടിയിട്ടില്ല. അത് ആക്ച്വലി ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഞങ്ങളിപ്പോ പുതുതായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്റ്റുഡൻസിന് നമ്മൾ വഴി വരുന്ന സ്റ്റുഡൻസിന് ഒരു എക്സ്ട്രാ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ് നമ്മൾ വഴി ചെയ്തു വരുന്നത്. കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കുള്ള അടുത്ത് പറഞ്ഞത്, നിങ്ങൾ നേരത്തെ വന്ന സ്റ്റുഡൻസിന് ഞങ്ങൾ പാർട്ട് ടൈം കൊടുക്കാമെന്ന് പറയാത്തത് അതുകൊണ്ടാണ്. ഓക്കെ 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 നമുക്ക് ലിമിറ്റ് ആയിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വഴി വരുന്ന സ്റ്റുഡൻസിന് മാത്രം അത് ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് അത് വെച്ചേക്കുന്നത്. അത് ഏത് ക്യാമ്പസ് ആയിരിക്കും? അത് ജിത്തു പറയല്ലേ? അതെല്ലാം നിങ്ങൾക്ക് 2-3 ഡേയ്സിനുള്ളിൽ എല്ലാം ആയിട്ട് വരും. മനസ്സിലായി. കാരണം ഇത് ചോദിക്കാൻ കാര്യം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് വേണമല്ലോ സാറേ നമുക്ക് പിള്ളേരോട് എടുക്കാനായിട്ട്. പാരന്റ്സിനോട് അങ്ങനെ പറയണമല്ലോ. നമ്മൾ വഴി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജോലി റെഡിയാക്കി കൊടുക്കാം. പക്ഷെ സ്റ്റേ ബാക്ക് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ രീതി സംസാരിക്കാമല്ലോ. അപ്പൊ അന്നേരം നമ്മള് പിള്ളേർക്ക് ഇവിടുന്ന് പിക്കപ്പ് ചെയ്ത് അക്കോമഡേഷനും ഒക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കും അല്ലേ? അത് അവർക്ക് ചൂസ് ചെയ്യാം. അവർക്ക് വേണമെന്ന സർവീസ് ഒക്കെ എന്തുവാന്ന് വെച്ചാൽ അത് അവർക്ക് ചൂസ് ചെയ്യാം. കാരണം ഈ 1 ഇയർ കോഴ്സ് എന്ന് വെച്ചാൽ അവർ മിനിമലി എത്രമാത്രം കുറച്ച് ചെയ്ത് വരാൻ പറ്റുമോ അങ്ങനെ വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം അവർക്ക് എന്തൊക്കെ സർവീസ് വേണോ അതെല്ലാം അവർക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. ഇൻ കേസ് ആ പിള്ളേർക്ക് അവിടുന്ന് ഇപ്പം മലേഷ്യക്കോ എന്തെങ്കിലും അവർക്ക് തന്നെ പോകാൻ പറ്റുമോ? സാമർത്ഥ്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മലേഷ്യയിൽ പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഇന്ത്യൻസിന് എനിക്ക് തോന്നുന്നു ഇനി 2 കൊല്ലം കൂടെ അവർ വിസ ഫ്രീ എൻട്രി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതാ ഞാൻ ചോദിച്ചു. ഇപ്പൊ നമ്മുടെ ഇപ്പൊ 1 ഇയർ കോഴ്സിന് വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. 1 ഇയർ അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടും അവൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവന് ജോലി കിട്ടിയില്ല. അപ്പൊ അവൻ അവിടുന്ന് സ്വന്തം റിസ്കിലോ അങ്ങനെ എന്തെങ്കിലും മലേഷ്യക്ക് പോയി അങ്ങനെ പാസ്പോർട്ട് അടിച്ചു കൊടുക്കുവോ, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അത് ഇവിടെ മലേഷ്യ പോയി ജോലി കണ്ടെത്തിയാൽ അവന് വർക്ക് ക്ലാസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. പിന്നെ അവിടെ നമ്മളിപ്പം വിസ ഇല്ലാതെ നിന്ന് ജോലി എടുക്കുന്നവരൊക്കെ ഉണ്ട് കുറെ. അവരുടെ ഒരു സ്വന്തം റിസ്കിൽ ചെയ്യണം. അതെ, അവന്മാർ അവിടെ പോവുകയാണെങ്കിൽ അവിടെ സാധ്യതകളുണ്ടോ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് ജോലി കിട്ടാൻ? ഉണ്ടല്ലോ. ഒരു റെസ്റ്റോറന്റിലൊക്കെ നിൽക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ. അവിടെ ഇങ്ങനെ കോട്ട ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ദുബായ് പോലെയൊക്കെയാണ് അവിടെ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം സാറേ, നമുക്ക് വിസ റിജക്ഷൻ ഇതിനകത്തുണ്ടോ? 1 ഇയറിലോ? 1 ഇയർ. അത് നമ്മൾ ആക്ച്വലി സ്റ്റുഡന്റിന്റെ ഇപ്പൊ ഫീസ് നമ്മൾ അവന്റെ ഇട്ടിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മളും ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് വെക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡന്റിന് അറൌണ്ട് ഇപ്പൊ ഇന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്ന് അവൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവന് ഓഫർ ലെറ്റർ കിട്ടും. അത് കഴിഞ്ഞ് ഒരു 15 ഡേയ്സിൽ അവന് വിസ കിട്ടും. വിസ കിട്ടിയതിന് ശേഷം അവൻ പേയ്മെന്റ് ചെയ്യണം. അതാ സാർ പറഞ്ഞ എവറി മന്തിൽ നമുക്ക് ഇത് എടുക്കാം എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഓഫർ ലെറ്റർ കിട്ടിയ എങ്ങനെ പോയാലും ഒരു 4 ലക്ഷത്തിനകത്തായിരിക്കുമല്ലോ നോർമലി നമുക്ക് ഫീസ് വരത്തുള്ളൂ അല്ലേ? അതെ.
അത് ഓക്കെ. അപ്പൊ കൺവേർഷൻ റേറ്റ് അങ്ങനെ അനുസരിച്ചിരിക്കും. ഇപ്പം yeah. ഇന്നത്തെ കൺവേർഷൻ റേറ്റിൽ 4 ലക്ഷം ആണെങ്കിൽ ചിലപ്പം ഒറ്റയടിക്ക് 65 ചിലപ്പോൾ അതിനനുസരിച്ച് കൂടും. എപ്പോഴും സിംഗപ്പൂർ ഡോളേഴ്സിൽ ഓക്കെ. കമ്മ്യൂണിക്കേറ്റ് വേരിയേഷൻ ചെയ്യുന്നതായിരിക്കും ഉണ്ടാവും. കുറച്ച്. അതെങ്ങനെയാ കുഞ്ഞുങ്ങൾ അടയ്ക്കുക? ഫീസ് ഘട്ടം ഘട്ടമായിട്ടാണോ അടയ്ക്കുന്നത്? അല്ല, അതോ വരുമ്പോഴേ നമ്മൾ ഒറ്റ ഇതിലായിട്ട് സിംഗിൾ പേയ്മെന്റ് ചെയ്തിട്ട് വരണം ഈ 1 ഇയർ സിംഗിൾ കോഴ്സിന്. പേയ്മെന്റ് കൊടുക്കാം? അത് ഡയറക്റ്റ് കുഞ്ഞുങ്ങൾ ആ ക്യാമ്പസിലോട്ട് അടയ്ക്കുവാണോ അതോ നമ്മൾ വഴിയാണോ അടയ്ക്കുന്നത്? ഫോറക്സ് വഴിയാണോ? 2 ഓപ്ഷനും ഉണ്ട്. ആ. ഡയറക്റ്റ് അടയ്ക്കണമെങ്കിൽ ഡയറക്റ്റ് അടയ്ക്കാം. നമ്മൾ വഴി അടയ്ക്കണമെങ്കിൽ അവന് ഇപ്പൊ ഡയറക്റ്റ് അടച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഇൻടേക്കിലൊക്കെ അല്ലെങ്കിൽ ഏപ്രിൽ ഇൻടേക്കിൽ നമ്മൾ $250 സിംഗപ്പൂർ അടപ്പിച്ച വഴി ആ രീതിയിൽ അടപ്പിക്കണം അല്ലേ? അങ്ങനെ. അതെ ഓക്കെ. അതെ അതെ അപ്പൊ അതാകുമ്പോ TT കോപ്പിയും കൊടുക്കാം. ശരിയല്ലേ? അതെ. ശരി ശരി. സാധാരണ കമ്പാരിറ്റീവ്ലി നമുക്ക് റിജക്ഷൻസ് കുറവാണ്. ഇവിടെ അവരെ ഞങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റല്ലേ വാങ്ങിക്കുന്നുള്ളൂ അല്ലേ? അപ്പൊ ഇല്ല സാറേ, ഇപ്പോൾ പേയ്മെന്റ് ഇപ്പൊ ഇതുവഴി 250. അതുപോലെ സാറേ നമുക്കില്ലേ, നമുക്ക് ഈ ഓഗസ്റ്റ് ഇൻടേക്കിലെ പിള്ളേരുടെ ഇപ്പം അവർക്ക് ഗ്രാന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് എപ്പോ അറിയാൻ പറ്റും? നമുക്ക് എല്ലാവരുടെയും ഫെബ്രുവരിയിൽ അറിയാൻ പറ്റും. എല്ലാ പിള്ളേരുടെയും ഗ്രാന്റ് കിട്ടിയാലും ഇല്ലെങ്കിലും അല്ലേ? അറിയാൻ പറ്റും. ഫെബ്രുവരി ലാസ്റ്റേക്ക് ആവുമായിരിക്കും അല്ലേ? ഫെബ്രുവരി ലാസ്റ്റിനുള്ള അറിയാം. അപ്പൊ അത് കഴിയുമ്പോ ഇവര് ഓഫർ ലെറ്റർ നമുക്ക് തരുവാണോ അതോ റിസൾട്ട് ആദ്യം ഇഷ്യൂ ചെയ്തിട്ട്? ഓഫർ ലെറ്ററിൽ തന്നെ എല്ലാം മെൻഷൻ ചെയ്തിരിക്കും. ആ ഓഫർ ലെറ്റർ ആണോ സാർ ഫെബ്രുവരി കിട്ടുമെന്ന് പറഞ്ഞേ? അതെ. ഓക്കെ. ഇൻ കേസ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് ഗ്രാന്റ് കിട്ടാതെ വരുന്നുണ്ടോ സാറേ ഓഗസ്റ്റ് ഇൻടേക്കില്? ഇല്ല, അത് അങ്ങനെ ചാൻസ് കുറവാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഇപ്പൊ 100 പേരിലോ 2 or 3 ഒക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെ അല്ലാതെ വന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ വെച്ച പിള്ളേർ ഓൾമോസ്റ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് സാർ പറയുന്നത്. എല്ലാവർക്കും കിട്ടും. അതപ്പോ ആ ഓഫർ ലെറ്റർ വരുന്നത് ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആവും അല്ലേ? ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആവും. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ 1 ഇയർ കോഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മള്? അപ്പം നമുക്ക് ആ പിള്ളേർക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉള്ള പിള്ളേർക്ക് അപ്ലൈ ചെയ്യാവോ? അത് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇഷ്യൂസ് ഇല്ല അല്ലെ? ഇഷ്യൂസ് ഇല്ല. അത് അവരുടെ മാർക്ക് എവിടം വരെയാ പറയുന്നത്? എബോവ് 60% ആണോ അതോ 50% മതി? 50% കൂടുതൽ മതി. അതിന് ഇത് പ്രായപരിധി ഉണ്ടോ സാറേ? ഇല്ല, പക്ഷെ അവര് എന്താ പറയുന്നത്, ഇപ്പം 30 വരെയുള്ളവരെ പിടിച്ചാ പോരെ? 30 വരെയുള്ളവരെ പിടിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. സാർ, ഈ ഓഗസ്റ്റ് ഇൻടേക്കില് ഇപ്പോ ഇപ്പൊ ഏകദേശം 75% മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഉറപ്പായിട്ടും ഗ്രാന്റ് കിട്ടും എന്ന് പറയാം. നമ്മൾ മാർക്കറ്റ് ചെയ്യണേ അങ്ങനെ തന്നെയല്ലേ? അതെ അതെ അതെ. അല്ല, അങ്ങനെയാണ്. ഇപ്പൊ തന്നിട്ടുള്ളവർക്കെല്ലാം ഗ്രാന്റ് എന്തായാലും കിട്ടും. ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇത് ക്ലാസ് ഇന്നിപ്പോ ഇതല്ലേ ഉള്ളൂ, ഇല്ല വേറെ ഉണ്ടോ ക്ലാസ്? എന്താണ്? ഇനിയിപ്പോ ഇതല്ലേ ക്ലാസ് ഉള്ളൂ, ഇന്ന് വേറെ ക്ലാസ് ഇല്ലല്ലോ? ജിത്തു, ഹലോ, വേറെ വല്ല മീറ്റിംഗ് ഉണ്ടോ? ഇതല്ലാതെ ഇല്ല 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 ഇല്ല. ഇന്ന് നമുക്ക് ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ മാത്രമേ ഉള്ളേ. ബാക്കി ട്രെയിനിങ് സെക്ഷൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം. ഇതല്ലേ ഉള്ളൂ, ഇല്ല എന്നല്ലേ? അതെ അതെ അതെ. സാറ് ഫുള്ള് ജോയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്ത് തരാം. കഴിഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുവേ. നമ്മക്കേ ഇതിന്റെ ഒക്കെ റെക്കോർഡിംഗ് ഉണ്ടാവില്ലല്ലേ? ഞാൻ പറഞ്ഞ വീഡിയോ ആയിട്ടുള്ള ഇത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മള് മീറ്റിംഗ് നടത്തുന്നതല്ലേ, അല്ലാത്തത് ഞങ്ങൾ എടുത്തു തരാം. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് കുറച്ചു പേരെടുത്ത്. കാരണം വർക്കിനൊക്കെ പോകുന്നവരല്ലേ എല്ലാവരും. നമ്മളിപ്പോ PR ആയിട്ടുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ടൈം ജോബ് പോകുന്നവരാണ്. അപ്പം അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു പേരെടുത്ത്. അവര് ടൈം അനുസരിച്ച് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, നമുക്ക് ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ കോഴ്സ് പഠിക്കുന്നതിൽ കുറച്ച് വീഡിയോസ് വൈറ്റ് ലേബൽ ചെയ്ത് കിട്ടുമായിരിക്കുമോ? നമുക്ക് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ജിത്തു, ആ വീഡിയോസ് കൊടുക്കാമോ? ഷെയർ ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവേ. ഹലോ.
ശരി എന്നാ. ഹലോ. ആ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മുടെ ഫാൻറ്റസി പാർട്ട്നേഴ്സ് സ്റ്റാഫ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം മീറ്റിംഗ് സെക്ഷൻ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജിത്തുവിനെയോ വിനോദ് സാറിനെയോ ഇൻഫോം ചെയ്താൽ മതി. നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. Okay, thank you, Ashik. Thank you, ഓക്കെ, വെൽക്കം. Ashik and admission team from the Singapore for handling the section. So that was a wonderful section. ഓക്കെ, And താങ്ക് യു, thank താങ്ക് യു എവരിവൺ. all fantasy partners also. താങ്ക് യു. Okay, thank you, sir. Ashik, sir. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ടു. Let's wind up the section. Thank you all. Okay. Have a nice day. Okay, bye.